السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وصلى الله وسلم على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ഈ അടുത്ത് തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരാൾ, അദ്ദേഹം ഒരു ഖാസിമിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്, അഹ്ലുസുന്നത്തിന് അഥവാ സലഫികൾക്കെതിരിൽ ചില ആരോപണങ്ങളും അതുപോലെ സത്യവും അസത്യവും ഒക്കെ കൂട്ടിക്കുഴക്കുന്ന ചില സംസാരങ്ങളും നടത്തുകയുണ്ടായി. അത് മുഖേന ഉണ്ടായ ചില വസ്വാസുകൾ ദൂരീകരിക്കുക എന്നതാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ സലഫികൾ ദഈഫായ ദുർബലമായ ഹദീസുകളും കഥകളുമൊക്കെ ഉദ്ധരിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്? ഇത് പല പണ്ഡിതന്മാരും ചെയ്ത കാര്യമാണ്. അതുപോലെ ഹദീസുകൾ ദഈഫായത് സ്വീകരിക്കാം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള വസ്വാസുകളും സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന തൽബീസുകളും അദ്ദേഹം പറഞ്ഞു. അതിന് ഒന്നൊന്നായി മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഏവരെയും ശരിയായ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. എല്ലാവിധ ബാത്തിലുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞതിൽ ഒന്ന്, എന്തിനാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇല്ലാത്തത് പറയുന്നു എന്ന പേരിൽ നിങ്ങൾ ചോരത്തിളപ്പ് കാണിക്കുന്നത്, ഞങ്ങൾക്ക് നേരെ ചാടുന്നത് എന്നൊക്കെയാണ്. അതിന് മറുപടി പറയാനുള്ളത്, അത് അള്ളാഹു കൽപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇല്ലാത്തത് പറയരുത്. ഒരു കള്ള വാർത്ത കേട്ടാൽ അത് അപ്പടി വിശ്വസിക്കരുത്, അന്വേഷിക്കണം, ഹദീസുകളുടെ സനദ് പരിശോധിക്കണം, ശരിയായത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, ഒരു ഫാസിഖ്, ഒരു തെമ്മാടി ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, നിങ്ങൾ എടുത്തു ചാടരുത്. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങൾ വിവരമില്ലാതെ ഈ കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ദ്രോഹിക്കാതിരിക്കാൻ. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, അങ്ങനെ നിങ്ങൾ ഖേദിച്ചവരായി മാറാതിരിക്കാൻ. ഇതെന്തിനുള്ള തെളിവാണ്? ഹദീസുകൾ ശരിയായത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതിന് തെളിവാണ് ഈ ആയത്ത്. ഇത് സഹോദരങ്ങളെ ഞങ്ങൾ പറഞ്ഞതല്ല. ഈ ആയത്ത് ഹദീസുകൾ പരിശോധിക്കണം, പഠിക്കണം എന്നതിനുള്ള തെളിവാണെന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരിയുടെ സഹീഹിന് ശേഷം ഏറ്റവും ശരിയായ കിതാബാണെന്ന് മുസ്ലിം ലോകം ഒന്നടങ്കം വിശ്വസിക്കുന്ന സഹീഹു മുസ്ലിമിന്റെ ആ കിതാബ് എഴുതിയിട്ടുള്ള ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് റഹിമഹുല്ലാഹ്, അദ്ദേഹമാണ് ഈ ആയത്ത് ഇതിന് തെളിവാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സഹീഹു മുസ്ലിം അതിന്റെ തുടക്കത്തിൽ മുഖദ്ദിമയിൽ, ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, വഅലം വഫഖഖല്ലാഹു തആല അന്നൽ വാജിബ അലാ കുല്ലി അഹദിൻ അറഫ തമീസ് ബൈന സഹീഹി الروايات وسقيمها وثقات الناقلين لها من المتهمين ألا يروي منها إلا ما عرف صحة مخارجه. وعلم وفقك الله, നീ അറിയണം, അള്ളാഹു നിനക്ക് തൗഫീഖ് ചെയ്യട്ടെ, അന്നൽ വാജിബ്, നിർബന്ധമായിട്ടുള്ള കാര്യം, അലാ കുല്ലി അഹദിൻ അറഫ തമീസ് ബൈന സഹീഹി റിവായത്തി വസഖീമിഹ, ഹദീസിന്റെ ശരിയായ ഹദീസും അതുപോലെ തന്നെ സഹീഹ് അല്ലാത്ത ഹദീസുകളും അതുപോലെ വസിഖാത്തിൻ നാഖിലീന ലഹാ മിനൽ മുത്തഹമീൻ, അത് റിപ്പോർട്ട് ചെയ്യുന്ന വിശ്വസ്തരായ ആളുകളും വിശ്വസ്തരല്ലാത്ത ആളുകളും ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ള എല്ലാവർക്കും വാജിബായിട്ടുള്ള കാര്യമാണ്. അല്ലാ യർവിയ മിൻഹ ഇല്ലാ മാ അറഫ സിഹത മഖാരിജിഹ്, അതിൽ സഹീഹാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ റിവായത്ത് ചെയ്യാൻ പാടില്ല എന്നത്. എന്നിട്ടാണ് അദ്ദേഹം സഹീഹ് മുസ്ലിം, ഈ ഞാനീ പറഞ്ഞ അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ ആയത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല സഹോദരങ്ങൾ, എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയുമ്പോൾ, ഇല്ലാത്തത് പറയുമ്പോൾ ചോരത്തിളപ്പുണ്ടാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൊണ്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ.
സഹീഹ് മുസ്ലിമിൽ മുഖദ്ദിമയിൽ ആമുഖത്തിൽ തന്നെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. മൻ ഹദ്ദഥ അന്നി ബി ഹദീസിൻ, റസൂലുള്ളാഹി പറയുകയാണ്, ആരെങ്കിലും എൻ്റെ ഒരു ഹദീസ് പറയുകയാണ്, യുറ അന്നഹു കദിബ്, അത് കളവാകാൻ സാധ്യതയുണ്ട് എങ്കിൽ ഫഹുവ അഹദുൽ കാദിബൈൻ, അവൻ രണ്ട് കള്ളന്മാരിൽ ഒരുവനാണ്. അപ്പൊ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുക, ദുർബലമായത് ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയലാണ്, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയലാണ്. അള്ളാഹു തന്നെ സൂറത്തുൽ അറാഫിലെ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഖുൽ ഇന്നമ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ. പറയൂ നബിയെ, എന്റെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, വൃത്തികേടുകൾ, അതിൽ വെളിവായതുമല്ലാത്തതും, പാപം, അതുപോലെ അക്രമം, അതുപോലെ അള്ളാഹുവിൽ പങ്കുചേർക്കൽ. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞത് എന്താണ്? വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അറിയാത്തത് പറയൽ, അത് പാടില്ലാത്തതാണ്, അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞാൽ അത് ദീനിനെ കുറിച്ചാണ് അവൻ പറയുന്നത്, ആളുകൾ അത് ദീനായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് അത് ഗൗരവമുള്ള കാര്യമാണ്. ഇത് ആണ് എല്ലാ പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ശരിയായ സനദോടെ വന്ന സഹീഹായ ഹദീസുകളല്ലാതെ സ്വീകരിക്കാൻ പാടില്ലെന്ന് ഈ പറയപ്പെട്ട ഉലമാക്കൾ എല്ലാവരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണത്, പിന്നെ ആർക്കതിനെതിരെ പറയാൻ സാധിക്കും? ഇമാം ബുഖാരി ആകട്ടെ, മുസ്ലിം ആകട്ടെ, മുൻഗാമികളായ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് അത് പറയുന്നവർക്കെതിരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ദഈഫായത് ഉദ്ധരിക്കുന്നവർക്കെതിരിൽ അഹ്ലുസുന്നത്തിനോട് സ്നേഹമുള്ളവർക്ക് ചോര തിളപ്പുണ്ടാകുന്നതും അവരെ ആ വിഷയത്തിൽ അവരോട് എതിർക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ഖാസിമി, ഈ ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഖാസിമിയാണ്, അതുപോലെ ദുയൂബന്ദിലെ മുഫ്തി ബിരുദം നേടിയ ആളാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തോട് പറയാനുള്ളത്, അതുകൊണ്ടാണ് നിങ്ങളോട് ആ വിഷയത്തിൽ നമുക്ക് എതിർപ്പുള്ളത്. എന്നാൽ ഈ ഖാസിമി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യം, ചില പണ്ഡിതന്മാർ ദഈഫായ ദുർബലമായ ഹദീസുകൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ഉണ്ടാക്കുകയുണ്ടായി. ഇതിനാണ് ഞാൻ പറഞ്ഞത്, തൽബീസാണിത്, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കലാണിത്. ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ദഈഫ് ഉദ്ധരിക്കാനേ പാടില്ല, അത് സ്വീകരിക്കാനേ പാടില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം, അതാണ് ശരിയായ അഭിപ്രായം. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? അത് ഇദ്ദേഹം ഈ ഖാസിം പറഞ്ഞതുപോലെയല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്ഥിരപ്പെട്ട അമൽ, ശരിക്കും ശ്രദ്ധിക്കണം, സഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഒരു അമൽ, ഒരു പുണ്യകർമ്മം, അതിന് മറ്റൊരു ശ്രേഷ്ഠത കൂടി ഉണ്ട് എന്ന് ഒരു ദഈഫായ ഹദീസിലൂടെ വന്നാൽ, ആ ദഈഫായ ഹദീസ് അത്ര വലിയ ദുഅഫ് അതിനില്ലെങ്കിൽ അത് സ്വീകരിക്കാമെന്നാണ്. എന്താണ് സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കുക. ഉദാഹരണം പറഞ്ഞാലാണ് അത് വ്യക്തമാവുക. അതായത് ഇപ്പോൾ സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് സഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു അമലിന് ഇനി വേറൊരു ദഈഫായ ഹദീസിൽ വന്നു എന്നിരിക്കട്ടെ, ഈ അമൽ ചെയ്താൽ, ഈ 2 റക്അത്ത് നമസ്കരിച്ചാൽ ഇന്നൊരു പ്രതിഫലം കൂടി ഒരാൾക്ക് സ്വർഗത്തിൽ ലഭിക്കും എന്നൊരു ദഈഫായ ഹദീസിൽ വന്നു. അപ്പൊ ആ അമൽ സ്ഥിരപ്പെട്ടത് ഈ ദഈഫായ ഹദീസ് കൊണ്ടാണോ? അല്ല, സഹീഹായ ഹദീസ് കൊണ്ടാണ്. പിന്നെ അതിനൊരു ശ്രേഷ്ഠത അധികമുള്ളതായി മറ്റൊരു ദഈഫായ ഹദീസിൽ വന്നു എങ്കിൽ നിബന്ധനകളോട് അത് സ്വീകരിക്കാം. അതിനൊരുപാട് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്, അതിന് വലിയ ദുഅഫ് ഉണ്ടാകാൻ പാടില്ല, വലിയ ദൗർബല്യം അതിനുണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ അമൽ നമുക്ക് കിട്ടുന്നത് ആ ദഈഫായ ഹദീസിലൂടെ അല്ല, അത് സഹീഹായ ഹദീസിലൂടെയാണ്. ഇതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ ഖാസിമി വലിയ കാര്യം പോലെ ഷെയ്ഖ് അൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മജ്മൂ ഫതാവയിലുണ്ട്, ഞാൻ വേണമെങ്കിൽ അത് കോപ്പി എടുത്ത് ഇവിടെ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ വെല്ലുവിളി സ്വരത്തിൽ അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങൾ, ഇത് ഒരിക്കലും ശരിയല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതാ മജ്മൂ ഫതാവയിൽ
അതിന്റെ 18ാമത്തെ വോള്യത്തിൽ 66ാമത്തെ പേജിൽ ഷെയ്ഖുൽ ഇസ്ലാം അതിന് ഉദാഹരണം പറയുന്നത് ഞാനിതാ വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുകയാണ്, ഇങ്ങനെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ മാത്രമാണ്. ഒരു അമൽ ചെയ്യുന്നത് ദഈഫായ ഹദീസ് കൊണ്ടല്ല, മറിച്ച് സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു അമലിന് മറ്റൊരു ശ്രേഷ്ഠത ഉണ്ടെന്ന് ഒരു ദഈഫായ എന്നാൽ അത്ര ദുഅഫില്ലാത്ത ഹദീസിലൂടെ വന്നാൽ അത് സ്വീകരിക്കാം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് ഇബ്നു തൈമിയ പറയുന്നു. എന്നിട്ട് അദ്ദേഹം അതിന് ഉദാഹരണം പറയുന്നത് ഞാനിതാ വായിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, കറജുലിൻ യഅലമു അന്ന التجارة تربح لكن بلغه أنها تربح ربحا كثيرا فهذا إن صدق نفعه وإن كذب لم يضره. ഇതിന്റെ ഉദാഹരണം കറജുലിൻ ഒരാളെ പോലെയാണ്. യഅലമു അന്ന التجارة تربح, അയാൾ മനസ്സിലാക്കി ഒരു കച്ചവടമുണ്ട്, ആ കച്ചവടം ലാഭകരമാണ്. അത് അയാൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അയാൾ ആദ്യമേ മനസ്സിലാക്കിയതാണ്. അതാണ് പറഞ്ഞത് സഹിഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു. ലാകിൻ ബലഗഹു, പക്ഷെ അയാൾക്ക് മറ്റൊരു വിവരം കൂടി വരികയാണ്. അന്നഹ തർബഹു റിബ്ഹൻ കസീറ, അതിന് ഇത്ര കൂടി അധികം ലാഭമുണ്ട്. ആദ്യമേ കച്ചവടം ലാഭകരമാണെന്ന് അയാൾക്ക് ഉറപ്പായതാണ്, പക്ഷെ അതിന് കുറച്ചുകൂടി അധികം ലാഭം കിട്ടുമെന്ന് അയാൾക്കൊരു വിവരം കിട്ടി. ഫഹാദ ഇൻ സദഖ നഫഅ, ഈ വിവരം സത്യമാണെങ്കിൽ നഫഅഹു, അയാൾക്ക് അതിന്റെ ഉപകാരം ഉണ്ടാകും. വൈൻ കദബ്, ഇനി അത് കളവാണെങ്കിൽ ലം യദുറഹു, അത് അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ഇതുപോലെയാണ് സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു അമൽ, അതിന് മറ്റൊരു ശ്രേഷ്ഠത, അതിന് ഇന്നൊരു കൂലി കൂടി കിട്ടും എന്ന് മറ്റൊരു ലൈഫായ ഹദീസിൽ വന്നു. അയാൾ ആ അമൽ ചെയ്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സഹിഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇനി മറ്റേ ആ ദഈഫായ ഹദീസ് അത് സ്ഥിരപ്പെട്ടാൽ അയാൾക്ക് അത് ശരിയാണെങ്കിൽ അയാൾക്ക് ആ പറഞ്ഞ കൂലി കൂടി കിട്ടും. അത് സ്ഥിരപ്പെട്ടില്ലെങ്കിലോ കുഴപ്പമില്ല, അയാൾക്ക് ആദ്യമേ അത് പുണ്യകരമാണെന്ന് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ കാര്യം. ഇതിനാണ് ഷെയ്ഖുൽ ഇസ്ലാം ദഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് ഈ ഖാസിമി. സഹോദരങ്ങളെ, ഇത് ഒരിക്കലും ശരിയല്ല. ഇങ്ങനെയുള്ള കളവ് അല്ലെങ്കിൽ വിവരമില്ലാത്ത കാര്യം ദീനിന്റെ പേരിൽ പറയുന്നത് ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് നേരെ പിന്നെ ചാടിയത് എങ്ങോട്ടേക്കാണെന്ന് അറിയുമോ? ഇദ്ദേഹം നേരെ ചാടിയത്, ഇദ്ദേഹം പറയാണ് ദഈഫായ ഹദീസുകൾ ഉദ്ധരിക്കാം എന്നതുകൊണ്ടാണ് പഴയകാല പണ്ഡിതന്മാർ, ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരി അല്ലാത്ത മറ്റു ചില കിതാബുകളിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള പണ്ഡിതന്മാർ, നമുക്കറിയാം പ്രധാനപ്പെട്ട 6 ഹദീസിന്റെ കിതാബുകൾ ഉണ്ടല്ലോ, സഹീഹുൽ ബുഖാരി മുസ്ലിമും കഴിഞ്ഞാൽ പിന്നെ ഇമാം അബൂദാവുദിന്റെ കിതാബ്, അതുപോലെ ജാമിഉ തിർമിദി, സുനനു ഇബ്നു മാജ, സുനനു അന്നസായി എന്ന 4 കിതാബുകൾ, അതുപോലെ മറ്റുള്ള കിതാബുകൾ. ഈ കിതാബുകളിലൊക്കെ പണ്ഡിതന്മാർ സഹീഹായ ഹദീസും കൊടുത്തിട്ടുണ്ട്, ദഈഫായ ഹദീസും കൊടുത്തിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും മാത്രമാണ് സഹീഹായത് മാത്രം കൊടുത്തിട്ടുള്ളത്. ബാക്കിയിലൊക്കെ സഹീഹുമുണ്ട് ദഈഫുമുണ്ട് എന്ന് മുസ്ലിം ലോകത്ത് അറിയപ്പെട്ട കാര്യമാണ്. ഇദ്ദേഹം പറയുകയാണ്, അങ്ങനെ ദഈഫായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാം, അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർക്ക് ദഈഫായ ഹദീസുകൾ അവരുടെ കിതാബിൽ ഉദ്ധരിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. സഹോദരങ്ങളെ, ഇതിനെന്താണ് പറയേണ്ടത്? ഇത് വ്യക്തമായ വിവരക്കേടാണ്. ഇസ്ലാമിന്റെ ഈ വളരെ പ്രധാനപ്പെട്ട ഇൽമിന്റെ ശാഖയായ ഈ ഹദീസുകളുടെ വിജ്ഞാനം, ഇൽമുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ്, അതിന്റെ ബാലപാഠം അറിയുന്ന ഒരാൾ, അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും വിവരമുള്ള ഒരാൾ ഇത് പറയുകയില്ല. ഇത് വ്യക്തമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വാക്ക് മാത്രമാണ്. സഹോദരങ്ങളെ, എന്തിനാണ് അവർ സഹീഹായ ഹദീസും ദഈഫായ ഹദീസും ഒക്കെ അവരുടെ കിതാബുകളിൽ കൊടുത്തിട്ടുള്ളത്? സഹോദരങ്ങളെ, അവർ കൊടുത്തിട്ടുള്ളത് ആ ദഈഫായ ഹദീസ് കൊണ്ട് നിങ്ങളൊക്കെ അമൽ ചെയ്തോളൂ എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് അവർ അത് കൊടുത്തിട്ടുള്ളത് സനദോടുകൂടെയാണ്. അവർ അത് കൊടുത്തിട്ടുള്ളത് ഹദീസുകൾ ജംഅ് ചെയ്യാൻ, ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടിയാണ്. അവരുടെ ഉദ്ദേശം ഇതിലുള്ളത് മുഴുവൻ നിങ്ങൾ അമൽ ചെയ്തോളൂ എന്ന് പറയലല്ല. അതുകൊണ്ടാണ് അവർ സനദ്, എനിക്ക് ഇന്ന ആളിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിന് ഇന്ന ആളിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിന് ഇന്ന ആളിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിന് ഒരു സഹാബിയിൽ നിന്ന് കിട്ടി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു എന്ന പരമ്പര ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമാം അബ്ദുല്ലാഹിബ്നുൽ മുബാറക്, മഹാനായ തബഉ താബിഈൻ, അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ. ഇങ്ങനെ ഇസ്നാദ്, പരമ്പര പറയൽ ദീനിന്റെ ഭാഗമാണ്. വലൗലൽ ഇസ്നാദ്, അങ്ങനെ ഇസ്നാദ് ഇല്ലായിരുന്നുവെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ,
തോന്നിയവന് തോന്നിയത് പറയാമായിരുന്നു. ഇമാം അബ്ദുല്ലാഹിബിൻ മുബാറക്കിന്റെ ഈ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള വാക്കാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ ഇൽമുൽ ഹദീസിൽ, ഹദീസ് വിജ്ഞാന ശാഖയിൽ വളരെ അറിയപ്പെട്ട ഒരു കാര്യമാണ്, ഒരു തത്വമാണ്, ഒരു ഖാഇദയാണ്. മൻ അസ്നദ ഫഖദ് അഹാൽ വമൻ അഹാൽ ഫഖദ് ബരി. ആരെങ്കിലും സനദ് പറഞ്ഞാൽ അവൻ കുറ്റത്തിൽ നിന്ന് ഒഴിവായി, അവന്റെ ബാധ്യത ഒഴിവായി. കാരണം അത് വായിക്കുന്ന ഈ വിജ്ഞാനത്തെക്കുറിച്ച് വിവരമുള്ള ആളുകൾക്ക് സാധിക്കും ഏതാണ് ഇതിൽ സഹീഹ്, ഏതാണ് ഇത് ദഈഫ് എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ സഹോദരങ്ങളെ, ഈ മുൻഗാമികളായ പണ്ഡിതന്മാർ സനദോടു കൂടി ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ താഴെ ഇത് സഹീഹാണ് അല്ലെങ്കിൽ ഇത് ദഈഫാണ് എന്ന് എഴുതിയതുപോലെയാണ് അവർ സനദ് ഉദ്ധരിച്ചാൽ അതിന്റെ ഫലം. എന്താണ് ഞാൻ പറഞ്ഞത്? സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക. സനദോടുകൂടി മുൻഗാമിയായ ഒരു പണ്ഡിതൻ കുറച്ച് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സഹീഹും ദഈഫും ഉണ്ടെങ്കിൽ ഇത് സഹീഹാകുന്നു ഇത് ദഈഫാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അത് പറഞ്ഞതുപോലെയാണ്. കാരണം എന്താണ്? ആ വിജ്ഞാനത്തെ കുറിച്ച് വിവരമുള്ള ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ പരമ്പരയിൽപ്പെട്ട ആളുകൾ സത്യസന്ധന്മാരാണോ, ആ ഹദീസ് സഹീഹാൻ അല്ലെങ്കിൽ അത് ദഈഫാൻ എന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഈ പറഞ്ഞതെല്ലാം കൊണ്ട് നിങ്ങൾ അമൽ ചെയ്തോളൂ എന്ന് പറയാൻ വേണ്ടി അല്ല അവരൊന്നും ഈ ഹദീസിന്റെ കിതാബുകൾ എഴുതിയിട്ടുള്ളത്. ഇത് സഹോദരങ്ങളെ, ഈ വിവരം മനസ്സിലാക്കാൻ അധികം ഇൽമു വേണമെന്നില്ല. ഇത് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകും. കാരണം എന്താണ്? നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ ഈ പണ്ഡിതന്മാർ തന്നെ എത്ര കിതാബുകളാണ് അസ്മാ റിജാലിന്റെ വിഷയത്തിൽ എഴുതിയിട്ടുള്ളത്. അഥവാ ഈ ഹദീസിന്റെ കിതാബുകളിൽ പറയപ്പെട്ട ആളുകൾ, പറയപ്പെട്ട റാവിമാർ, റിപ്പോർട്ടർമാർ, അവരുടെ ചരിത്രം, അവർ സത്യസന്ധന്മാരാണോ, അവർ കള്ളന്മാരാണോ എന്ന് പറയാൻ വേണ്ടി എത്ര കിതാബുകളാണ് പണ്ഡിതന്മാർ ഇറക്കിയിട്ടുള്ളത്. ഈ പറയപ്പെട്ട ഹദീസിന്റെ കിതാബിലുള്ളതൊക്കെ സഹീഹാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കിതാബിന്റെ പ്രസക്തി എന്താണ്? മുസ്തലഹുൽ ഹദീസ്, ഈ ഹദീസ് നിദാന ശാസ്ത്രം പഠിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? വല്ല കാര്യമുണ്ട്? യാതൊരു കാര്യമില്ലല്ലോ. ഏത് ഹദീസും ഇവരൊക്കെ എഴുതി വെച്ച ഹദീസുകൾ മുഴുവൻ ആളുകൾക്ക് സ്വീകരിക്കാം എന്നല്ലേ അതിന്റെ അർത്ഥം വരിക? എന്ത് വിഡ്ഢിത്തമാണ് സഹോദരങ്ങളെ ഈ ഖാസിമിയോടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ അള്ളാഹു നന്നാക്കുമാറാകട്ടെ. മാത്രമല്ല, ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം അദബുൽ മുഫ്രദിൽ കൊടുത്ത ഹദീസുകൾ മുഴുവൻ സഹീഹാണെന്ന് അദ്ദേഹത്തിന് തന്നെ അഭിപ്രായമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ പല പണ്ഡിതന്മാരും, അദ്ദേഹത്തെ പോലുള്ള മറ്റു പണ്ഡിതന്മാരും അവർ തന്നെ അവരുടെ കിതാബുകളിൽ കൊടുത്ത ഹദീസുകൾ അവർ തന്നെ വേറെ കിതാബുകളിൽ, ചിലർ അക്കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഈ ഹദീസ് സഹിയല്ല, ഈ ഹദീസ് ദഈഫാണെന്ന്. അപ്പൊ സഹോദരങ്ങൾ, അവരത് കൊടുത്തതിന്റെ ഉദ്ദേശം ഇതുകൊണ്ട് അമൽ ചെയ്തോളൂ എന്ന് പറയാൻ വേണ്ടിയല്ല. അതിന് പല ഉദ്ദേശങ്ങളുണ്ട്. അതിലൊന്നാണ് ഹദീസുകൾ ക്രോഡീകരിക്കുക. അതിൽ രണ്ടാമത്തേതാണ് ഇതിൽ ദഈഫ് ഉണ്ട്, അതുകൊണ്ട് ഈ ഹദീസ് ഇനി ആരെങ്കിലും കൊണ്ടുവന്നാൽ സ്വീകരിക്കരുത്, ഇത് ദഈഫാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ. അത് മറ്റൊരു ഉദ്ദേശമാണ്. അങ്ങനെ പല ഉദ്ദേശങ്ങൾ അവർക്ക് അങ്ങനെ ചെയ്തതിന്റെ പിന്നിലുണ്ട്. അല്ലാതെ എല്ലാം അമൽ ചെയ്തോളൂ എന്ന് പറയാൻ വേണ്ടിയല്ല അവർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിലാക്കുക സത്യം. ഇനി ഇദ്ദേഹം പറയുകയാണ്, അങ്ങനെ അവർ കൊടുത്തത് കൊണ്ടാണ് അൽബാനിയെ പോലെയുള്ള ഇമാം മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് അതിലുള്ള സഹീഹും ദഈഫും ഒക്കെ വേർതിരിക്കേണ്ടി വന്നത്, ആ കിതാബുകൾ എഡിറ്റ് ചെയ്യേണ്ടി വന്നത്. ഈ ഖാസിമി പറയാൻ, അൽബാനിക്കൊക്കെ പഴയ കിതാബുകൾ, ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദ് പോലെയുള്ള കിതാബുകൾ എഡിറ്റ് ചെയ്ത് ആക്കേണ്ടി വന്നത്. കേട്ടാത്തൊന്നും ഇമാം അൽബാനി ആരോ കെട്ടിയിട്ടിട്ട് ഈ ഹദീസ്, ഈ കിതാബ് എഡിറ്റ് ചെയ്യും, ഈ കിതാബ് ഇപ്പൊ എഡിറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആരോ നിർബന്ധിച്ചിട്ട് എഡിറ്റ് ചെയ്തതാണെന്ന് തോന്നും. ആ വാക്ക്, ആ പ്രയോഗം തന്നെ ശരിയല്ല, എഡിറ്റ് ചെയ്യാന്നുള്ളത്. സഹോദരങ്ങളെ, ഒരു പഴയകാല ഹദീസിന്റെ കിതാബ് അതിലെ സഹീഹും ദഈഫും വേർതിരിക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്യേണ്ടി വന്നതല്ല, അദ്ദേഹം ചെയ്തതാണത്. അത് മഹത്തായ സേവനമാണ്. അഹ്ലുസുന്നത്ത് മുഴുവൻ, ഇൽമിനോട് സ്നേഹമുള്ള ആളുകൾ മുഴുവൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സഹീഹും ദഈഫും വേർതിരിച്ചതിന് അല്ലാഹു ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് വലിയ പ്രതിഫലം നൽകും. അതൊരു സേവനമാണ്, അതല്ലാതെ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ഇമാം അൽബാനി മാത്രമാണോ ചെയ്തിട്ടുള്ളത്? എത്ര മുൻഗാമികളായ പണ്ഡിതന്മാർ ഹദീസിന്റെ കിതാബുകളിൽ, വലിയ ആളുകളുടെ കിതാബുകളിൽ ഇതുപോലെ സനദോടുകൂടി കൊടുത്ത ഹദീസുകൾ ചിലത് സഹിയാണെന്നും ചിലത് ദഈഫാണെന്നും പറഞ്ഞിട്ടുണ്ട്. എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് സഹോദര അവർ അങ്ങനെ ഹദീസ് കൊടുത്തിട്ടുള്ളത്.
അവർ സനദോടുകൂടി ഹദീസുകൾ കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? ഇതിങ്ങനെ വേർതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അത് ഒരിക്കലും ഷെയ്ഖ് അൽബാനിക്ക് ചെയ്യേണ്ടി വന്നതല്ല, മറിച്ച് അത് അദ്ദേഹം ചെയ്ത മഹത്തായ ഒരു സേവനമാണ്. അദ്ദേഹം പറയാണ് എഡിറ്റ് ചെയ്യേണ്ടി വന്നു. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അറബിയിൽ അതിന് തഹരീർ എന്ന് പറയും. അതല്ല യഥാർത്ഥത്തിൽ ഹദീത്തുകൾ ഇങ്ങനെ സഹിയും ദഈഫും വേർതിരിക്കുന്നതിന് ഉലമാക്കൾ പറയാറുള്ള പ്രയോഗം തന്നെ അതല്ല. അതുപോലും ഈ ഖാസിമി മുഫ്തിയൊക്കെ ബിരുദം നേടിയ ഇദ്ദേഹത്തിന് അറിയില്ലേ എന്ന് ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. അതിന് പണ്ഡിതന്മാർ പറയുന്ന വാക്കെന്താണ്? തഖ്രീജ്, തഹ്ഖീഖ് എന്നൊക്കെയാണ് പറയുക. ഹദീസിലെ സഹീഹും ദഈഫും വേർതിരിക്കുകയൊക്കെ ചെയ്യുന്ന മഹത്തായ ആ കർമ്മത്തിന് പണ്ഡിതന്മാർ അങ്ങനെയാണ് പറയാറുള്ളത്. അതൊരിക്കലും സഹോദരങ്ങളെ നിങ്ങൾക്ക് തബ്ലീഗ് ജമാഅത്തിന് അതുമായി സഹകരിക്കുന്ന ആളുകൾക്ക് കള്ളക്കഥ പറയാനും കള്ള ഹദീസുകൾ റിവായത്ത് ചെയ്യാനും ഒരിക്കലുമുള്ള തെളിവല്ല. ഇനി സഹോദരങ്ങളെ നോക്കൂ, ഈ ഖാസിമി പറഞ്ഞിട്ടുള്ളത് ദഈഫായ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്നത് ഖൗലുൻ മുബ്തദഉൻ ഇബ്തദഅഹുൽ അൽബാനി. ഈ ഖാസിമി പറഞ്ഞ വാക്കാണത്. ഖാസിമിയുടെ സ്വന്തം വാക്കല്ല. ഖാസിമി പറയാണ്, ഇത് പറഞ്ഞത് ആരാണെന്നറിയുമോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ചുകൊണ്ട് മിസ്റിലെ മുഫ്തി അഥവാ ഈജിപ്തിലെ മുഫ്തി അലി ജുമുഅ പറഞ്ഞിരിക്കുന്നു. എന്താണ്? ഹദീസ് ഇങ്ങനെ ദഈഫായ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല, അത് അമലിന് കൊള്ളുകയില്ല എന്നത് ഖൗലുൻ മുബ്തദഉൻ, അത് പുതിയ പുത്തൻ വാദമാണ്. ഇബ്തദഅഹുൽ അൽബാനി, അത് അൽബാനി കണ്ടുപിടിച്ച പുത്തൻ വാദമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ഈ ദഈഫായ ഹദീസ് സ്വീകരിക്കാൻ പാടില്ലെന്ന് അള്ളാഹു അവന്റെ കിതാബിലൂടെ നമ്മളെ സൂചിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചു. പിന്നെ ചില ഉലമാക്കൾ നിബന്ധനകളോടുകൂടി എങ്ങനെയാണ് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് എന്നും ഞാൻ വ്യക്തമാക്കി. അതുപോലെ തന്നെ പഴയകാല പണ്ഡിതന്മാർ സനദോടുകൂടി ദഈഫായ ഹദീസുകൾ എന്തിനുദ്ധരിച്ചു എന്നും ഞാൻ വ്യക്തമാക്കി. അതിലെ സഹീഹും ദഈഫും വേർതിരിക്കൽ ഇസ്ലാമിന് ചെയ്യുന്ന സേവനമാണ് എന്നും സഹോദരങ്ങളെ ഞാൻ ഇവിടെ വ്യക്തമാക്കി. എന്നിട്ട് അദ്ദേഹം പറയണം, അങ്ങനെ ചെയ്ത ദഈഫായ ഹദീസ് സ്വീകരിക്കരുതെന്ന് പറഞ്ഞ ഇമാം അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പുത്തൻ വാദമാണ് കൊണ്ടുവന്നത്. ആരാണത് പറഞ്ഞത്? മിസ്റിലെ മുഫ്തി പറഞ്ഞിരിക്കുന്നു. ഇവർക്ക് പറ്റിയ ആളാണ് മിസ്റിലെ മുഫ്തി. ആരാണ് ഈ മിസ്റിലെ പഴയ മുഫ്തിയാണെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന അലി ജുമുഅ ആരാണെന്ന് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ ഒരു പച്ച കുബൂരിയാണ്. ഖബർ ആരാധനക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടൽ പച്ച ശിർക്കാണത്. അത് അനുവദനീയമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഈ അലി ജുമുഅ. അയാൾ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുർറുൻ നഫ്ഉം, ഉപകാരോപദ്രവങ്ങൾ ചെയ്യുകയില്ല എന്ന് വിശ്വസിച്ചാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം തേടാം എന്ന് പറയുന്ന കുബൂരിയാണ് അലി ജുമുഅ. എന്നു മാത്രമല്ല, ഇയാൾ ആരുടെ ആളാണെന്നറിയുമോ നിങ്ങൾ? കേരള മുസ്ലിങ്ങളെ ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്ന താഗൂത്തായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സ്വന്തം ആളാണ് ഇയാൾ. ആര്? അലി ജുമുഅ. ആ ആളുടെ കൗലാണ് ആർക്കെതിരെ വായിക്കുന്നത്? ഇസ്ലാമിന് സേവനം ചെയ്ത അഹ്ലുസുന്നത്ത് മുഴുവൻ സ്നേഹിക്കുന്ന ദുആ ചെയ്യുന്ന ഇമാം മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിക്കെതിരായി ഈ ഖാസിമി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ നിങ്ങൾക്ക് കേൾക്കണോ ആരാണ് ഈ അലി ജുമുഅ? നമ്മളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര്, അയാള് ഈ കേരളത്തിലേക്ക് ഒരു കള്ളമുടി കൊണ്ടുവന്നല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരള മുസ്ലിങ്ങളിൽ അയാളെ പൂജിച്ച് നടക്കുന്ന, അയാളുടെ വാക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളല്ലാത്ത എല്ലാവരും, മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അയാൾ ആ ചെയ്ത് തട്ടിപ്പാണ്, ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ചെയ്ത വഞ്ചനയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന മനസ്സിലാക്കിയ കാര്യമാണ്. ആ സമ്മേളനത്തിൽ ഹസറജി എന്ന് പറയുന്ന ആ UAE-യിൽ നിന്ന് വന്ന ആ അറബി, ഇയാൾക്ക് മുടി കൊടുത്ത ആ നാടകമുണ്ടല്ലോ, കോഴിക്കോട് ഇയാളുടെ മർക്കസിൽ നടന്ന സമ്മേളനം, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് ഈ അലി ജുമുഅ. മനസ്സിലാക്കണം സഹോദരങ്ങളെ. ആ കള്ള സമ്മേളനത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ കള്ളമുടി കാന്തപുരത്തിന് കൈമാറിയ ഹസറജ് പങ്കെടുത്ത സമ്മേളനത്തിൽ സ്റ്റേജിലുണ്ടായ ആളാണ് അലി ജുമുഅ. ഇയാളുടെ പോരിശകൾ കേരള മുസ്ലിങ്ങൾക്ക് വിളമ്പിയത് ആരാണ്? സിറാജ് പത്രവും അതുപോലെ തന്നെ EK സമസ്തയുടെ ആളുകളും ഈ കാന്തപുരത്തിന്റെ ആളുകളും ഒക്കെയാണ്. ഇങ്ങനെയുള്ള അലി ജുമുഅയാണ് ഇദ്ദേഹം ഈ ഖാസിമി കൊണ്ടുവന്നിട്ടുള്ളത്. ആരെ ഖണ്ഡിക്കാൻ? മുവഹിദുകളുടെ നേതാവായ, അഹ്ലുസുന്നത്തിന്റെ നേതാവായ
ഹദീസുകൾ വേർതിരിക്കുന്ന വിഷയത്തിൽ ഈ നൂറ്റാണ്ടിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്, പരിഷ്കർത്താവാണെന്ന് പണ്ഡിതന്മാർ വിളിച്ചിട്ടുള്ള മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിയെ വിമർശിക്കാൻ, തൗഹീദ് പ്രചരിപ്പിക്കുന്ന സലഫികളെ വിമർശിക്കാൻ കൊണ്ടുവന്നത് ആരെയാണ്? ഈ അലി ജുമഅ എന്ന ഖുബൂരിയെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇത് തന്നെയാണ് ഈ തബ്ലീഗ് ജമാഅത്തും അതിനെ ന്യായീകരിക്കുന്ന ഈ ഖാസിമിയെ പോലെയുള്ള ആളുകൾ വലാലത്തിലാണ്, വഴികേടിലാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. കാരണം സഹോദരങ്ങളെ, ഇമാം ഔസാഇ റഹിമഹുല്ല അദ്ദേഹത്തെ പോലെയുള്ള മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, മൻ സതറ അലൈന ബിദ്അതഹ് ലം യുഖ്ഫി അലൈന ഉൽഫതഹ്. വളരെ മഹത്തായി എഴുതി വെക്കേണ്ട ഒരു വാക്കാണത്. ആരെങ്കിലും ഏതെങ്കിലും ഒരു ബിദ്അത്തുകാരൻ അവൻ എന്തെങ്കിലും തട്ടിപ്പൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ മൂടി വെച്ചിട്ട് അവന്റെ ബിദ്അത്ത് നമ്മളിൽ നിന്ന് മൂടി വെച്ചാലും ശരി, അവന് മൂടി വെക്കാൻ സാധിക്കുകയില്ല. അവന്റെ ഉൽഫത്ത്. എന്താണ് അവന്റെ ഉൽഫത്ത്? അവന്റെ കൂട്ടുകെട്ട്. അവന്റെ ബിദ്അത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും അവരെ കൂട്ടുകെട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ അവസ്ഥ എന്താണ്. അതാണ് ഈ ഖാസിമിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ ബിദ്അത്തിനും ശിർക്കും ബിദ്അത്തിനും ഒക്കെ എതിരാണ് എന്നാണ് പുറത്തു പറയാറുള്ളത്. പക്ഷെ നമുക്ക് ആരെയാണ് കൂട്ടുപിടിച്ചിട്ടുള്ളത്? അതും അഹ്ലുസുന്നത്തിനെതിരിൽ. ഇത് തന്നെ ബിദ്അത്തിന്റെ ലക്ഷണമാണ്. ബിദ്അത്തുകാരുടെ പുത്തൻവാദികളുടെ ലക്ഷണമാണ് അഹ്ലുസുന്നത്തിനോട് ദേഷ്യം, തൗഹീദ് പ്രചരിപ്പിക്കുന്ന സുന്നത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളോട് ദേഷ്യം. പിന്നെ ആരുടെ സ്നേഹം? ഈ അലി ജുമഅയെയും കാന്തപുരത്തെയും പോലെയുള്ള ഖുറാഫികളോട്. മാത്രമല്ല, എന്നിട്ട് സംസാരത്തിനിടയിൽ ഈ ഖാസിം പറയുകയുണ്ടായി, നിങ്ങൾ തബ്ലീഗുകാർ വാറോല പ്രചരിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഇമാം ബുഖാരിയും ഇബ്നു തൈമിയയും ഇമാം നവവിയും തബ്ലീഗുകാരും അങ്ങനെ പറഞ്ഞോളൂ, കാരണം ഇവരൊക്കെ ഞങ്ങളെ പോലെയാണ് എന്ന് ഈ ഖാസിം പറയണ്ടായി. ശരി, യഥാർത്ഥത്തിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണ്. വാറോലകളും കള്ളക്കഥകളും ഖുറാഫാത്തുകളും പ്രചരിപ്പിക്കുന്ന അലി ജുമഅയും കാന്തപുരവും തബ്ലീഗുകാരും, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പറയാൻ ഏറ്റവും യോജിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇതാണ് ഈ ഖാസിമിയുടെ സംസാരത്തിന്റെ സത്യാവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അഹ്ലുസുന്നത്തിന് പറയാനുള്ളത്, ഈ ദഈഫായ ഹദീസുകൾ സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ പല പിഴവുകളിൽ ഒരു പിഴവാണ്. അല്ലാതെ ഇത് മാത്രമേ തബ്ലീഗ് ജമാഅത്തിൽ എന്തുകൊണ്ട് പിഴച്ചു എന്ന് നമുക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ എന്നാലും വിചാരിക്കരുത്. മറിച്ച് ഇതിനേക്കാളും പല പടികൾ മുന്നിൽ നിൽക്കുന്ന പല പിഴവുകളും തബ്ലീഗ് ജമാഅത്തിനുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. സാധാരണക്കാരായ അറിയാതെ അതിനുമായി സഹകരിക്കുന്ന തബ്ലീഗുകാരും മനസ്സിലാക്കുക. കാരണം ഒന്നാമതായി തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ പ്രശ്നമാണ് അവർ അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുന്നു എന്നത്. അള്ളാഹുവിന്റെ അതിമഹത്തായ സിഫത്തുകളിൽ ഒന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവന്റെ അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ഏറ്റവും മുകളിലുള്ള നിന്റെ റബ്ബിനെ നീ തസ്ബീഹ് നടത്തുക. അതുപോലെ തന്നെ അള്ളാഹു സൂറത്തു അൽ മുൽക്കിൽ പറഞ്ഞു, അഅമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാ. രണ്ടടുത്തടുത്ത ആയത്തുകളിൽ അള്ളാഹു ഉപരിയിലാണ്, ഏറ്റവും മുകളിലാണ്, സമായിലാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ഈ സിഫത്തിനെ നിഷേധിക്കുന്ന അശ്അരിയത്ത്, സൂഫിയത്ത് യഥാർത്ഥത്തിൽ ഈ ഖാസിമിയെ പോലെയുള്ള ദയൂബന്ദി മസ്ലക്ക്, ദയൂബന്ദിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള ആളുകളും അവരിൽ നിന്നാണ് തബ്ലീഗുകാർ കൂടുതലും ദീൻ പഠിക്കുന്നത്. അവരിങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവരിതിനെതിരായിട്ടാണ്, ഈ ഖുർആനിൽ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ള കാര്യത്തിനെതിരാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസം അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ അഖീദക്കെതിരാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഉസൂലുസുന്ന പോലെയുള്ള അഖീദ പഠിപ്പിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന കിതാബുകളിൽ വ്യക്തമാക്കിയ കാര്യത്തിനെതിരാണ്. ഇമാം ഇബ്നു ഖുസൈമ വളരെ മുൻഗാമിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയ ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ തൗഹീദിൽ പറഞ്ഞ കാര്യങ്ങൾക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച ഖുർആനിനെതിരാണ് ഈ വിശ്വാസം. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസം. അത് യഥാർത്ഥത്തിൽ കാഫിറുകളുടെ വിശ്വാസമാണ്. ഇത് അദ്വൈതം, റബ്ബും സൃഷ്ടികളും ഒക്കെ ഒന്നാണ് എന്ന വിശ്വാസം, എല്ലായിടത്തും റബ്ബുണ്ട് എന്ന വിശ്വാസം, അത് യഥാർത്ഥത്തിൽ ശരിയല്ല. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ് ഉള്ളത്, എന്നാൽ അവന്റെ അറിവും കഴിവും എല്ലായിടത്തും ഉണ്ട്. ഈ അള്ളാഹുവിന്റെ വ്യക്തമായ അള്ളാഹു ഏറ്റവും മുകളിലാണ് എന്ന സിഫത്തിനെ നിഷേധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ തബ്ലീഗുകാർ.
അത് തബ്ലീഗിന്റെ സാധാരണ പ്രവർത്തകർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ദുയൂബന്ദിലെ പഠിച്ചു വന്ന, ദുയൂബന്ദിൽ പഠിപ്പിക്കപ്പെടുന്ന, അവിടുന്ന് ഫത്വ കൊടുക്കുന്നത് എന്താണെന്ന് പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പൊ സഹോദരങ്ങളെ, കള്ളക്കഥകൾ പറയുന്നതിനേക്കാളും ആദ്യം പറയേണ്ട തബ്ലീഗുകാരുടെ ബിദ്അത്ത് ഇതാണ്. ഇനി സഹോദരങ്ങൾ, അതുപോലെ തന്നെ രണ്ടാമതായി ദഅവത്തിന്റെ മുൻഗണനാക്രമം തെറ്റിച്ചു കളഞ്ഞ ആളുകളാണ് തബ്ലീഗ് ജമാഅ. അവരുടെ ദഅവത്ത് നിങ്ങൾ നോക്കൂ. അവർ നബിമാര് പഠിപ്പിച്ച ദഅവത്തിന്റെ ക്രമം തെറ്റിച്ചിട്ടാണ് ദഅവത്ത് നടത്തുക. നബിമാരുടെ ദഅവത്തിന്റെ ക്രമം എങ്ങനെയാണ്? അവരാദ്യം പറയാറുള്ളത് എന്താണ്? തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. സൂറത്തുൽ അംബിയായിൽ നബിമാർ എന്നർത്ഥം വരുന്ന സൂറത്തിൽ അള്ളാഹു പറഞ്ഞതാണ്, നബിയെ താങ്കൾക്കും ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ആ റസൂലിന് നാം വഹി നൽകിയിട്ടല്ലാതെ. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, തീർച്ചയായും ഞാനല്ലാതെ ഒരു ഇലാഹില്ല, അതുകൊണ്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇതാണ് എല്ലാ നബിമാരും ആദ്യം വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞത്. സൂറത്തു നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ അയച്ചു. എന്തിനാണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവനല്ലാതെ ആരാധിക്കപ്പെടുന്നവരെ ഒഴിവാക്കാൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇന്നക തഖദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, നീ ചെല്ലുന്നത് അഹ്ലുൽ കിതാബ് ആയ ഖൗമിന്റെ അടുത്തേക്കാണ്. അതുകൊണ്ട് ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല. അതുകൊണ്ട് നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് എന്തിനാണ്? തൗഹീദിലേക്കാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അതിലേക്കാണ്. ഇനിയോ ഫഇൻഹും അതാഊക ഫീ ദാലിക്, അതിൽ അവർ നിന്നെ അനുസരിച്ചാൽ, സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അതിൽ അവർ നിന്നെ അനുസരിച്ചാൽ ഫഅഖ്ബിർഹും, അവരെ അറിയിക്കുക, അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലതിഹിം, അവരെ അറിയിക്കുക 5 നേരം നമസ്കരിക്കണമെന്ന്. എന്താണ് സഹോദരങ്ങൾ ആദ്യം തൗഹീദ് പറയാനുള്ള കാരണം? ആ തൗഹീദ് ശരിയാവാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. നമസ്കാരം സ്വീകരിക്കൂല, സക്കാത്ത് സ്വീകരിക്കൂല. പക്ഷെ നോക്കൂ നിങ്ങൾ, തബ്ലീഗ് ജമാഅ അവർ ജനങ്ങളുടെ അടുത്തേക്ക് ദഅവത്തിന് പോകുമ്പോൾ ഒരിക്കലും അവർ തൗഹീദ് ആദ്യം പറയുകയില്ല. കാരണം തൗഹീദ് പറഞ്ഞാൽ ജനങ്ങളൊക്കെ അകന്നു പോകും എന്നതാണ് അവർ പറയാറുള്ളത്. ഇത് നബിമാരുടെ ദഅവത്തിന് വ്യക്തമായും എതിരാണ്. അവർ പറയും അത് ഹിക്മത്തല്ല. അപ്പൊ ആരുടെ ദഅവത്തിനാ ഹിക്മത്തുള്ളത്? നബിമാരുടെ ദഅവത്തിനാണോ അതല്ല ഇവരുടെ ദഅവത്തിനാണോ? അവർ പറയും ജനങ്ങൾക്ക് ദേഷ്യം വരും. അത് ശരിയാണ്, ജനങ്ങൾക്ക് ദേഷ്യം വരും, ജനങ്ങൾ കല്ലെറിയും, ജനങ്ങൾ കൂക്കി വിളിക്കും. പക്ഷെ അതിലേക്ക് ക്ഷണിക്കാതെ, അതിനെതിരെ ചെയ്യുന്ന ആളുകൾ അതിലേക്ക് ക്ഷണിക്കാതെ ഒരിക്കലും മറ്റൊന്നിലേക്കും ക്ഷണിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി മാത്രമല്ല, ഇവർ തൗഹീദ് പറയുന്നെന്ന വ്യാജേന പറയാറുള്ളത് എന്താണ്? തൗഹീദുർ റുബൂബിയത്ത് മാത്രമാണ്. ഇവർ പറയും അള്ളാഹുവാണ് നമ്മളെല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്, അള്ളാഹിനെ ഏൽപ്പിച്ചാൽ മതി, അള്ളാഹിനെ നമ്മളെല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് അള്ളാഹുവാണ് എന്ന കാര്യം ഇതാരാണ് അംഗീകരിക്കാത്തത്? ഇത് ചിലപ്പോൾ ഇവിടുത്തെ കാഫറുകൾ വരെ, ഹിന്ദുക്കൾ വരെ അംഗീകരിക്കും. ആരാണ് നമ്മളെ കാര്യം? അതൊക്കെ പടച്ചോൻ തന്നെയാണ് നടത്തി തരുന്നത് എന്ന് വരെ അവർ വരെ ചിലപ്പോൾ പറഞ്ഞേക്കും. അത് മുശ്രിക്കുകൾക്ക് വരെ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നത് ആണ് നബിമാര് പറഞ്ഞത്. സഹാബത്ത് ആദ്യം പറഞ്ഞത് തൗഹീദ് ഇല്ലാത്തവരോട് തൗഹീദാണ് ആദ്യം പറയേണ്ടത്. ആ മുൻഗണനാക്രമം തെറ്റിക്കുക എന്നത് വ്യക്തമായ ബിദ്അത്താണ്, വ്യക്തമായ ബിദ്അത്താണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത് അവരുടെ വലിയ പിഴവാണ്. അതുപോലെ തന്നെ മറ്റൊരു ബിദ്അത്താണ് ഇവരുടെ കയ്യിലുള്ളത്. ഈ 3 ദിവസം 40 ദിവസം എന്നൊക്കെ പറഞ്ഞ് അതിന് പ്രത്യേകം ശ്രേഷ്ഠത കൽപ്പിച്ചുള്ള പുറപ്പെടൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ 3 ദിവസത്തേക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട്, 40 ദിവസത്തേക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ദഅവത്തിന് പോയ ഒരു സംഭവം, സഹാബത്തിന്റെ ഒരു സംഭവം ഒരിക്കലും തെളിയിക്കാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഈ ദഅവത്തിന് ഇവർ ശ്രേഷ്ഠതയായി പറയാറുള്ളത് ജിഹാദിന് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുണ്ടല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് പോകുന്ന അവസരത്തിൽ അതിനുള്ള ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ മാർഗത്തിലുള്ള പുറപ്പെടൽ. ആ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെയാണ് ഇവരുടെ ഈ ദഅവത്തിന് വേണ്ടിയുള്ള
3:40 എന്ന് തുടങ്ങി പ്രത്യേക ദിവസവും ആ ദിവസത്തിന് അങ്ങനെ പോയാൽ പ്രത്യേകതകളുമുണ്ട്, അതാണ് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ദഅവത്തിന് ഇവർ ശ്രേഷ്ഠത പറയാറുള്ളത് എന്തിനു പറഞ്ഞ ഹദീസുകളാ? എന്തിനു പറഞ്ഞതാ? ജിഹാദിന് പറഞ്ഞിട്ടുള്ള ഹദീസുകൾ. അതൊരിക്കലും ശരിയല്ല. ഹജ്ജിന്റെ ശ്രേഷ്ഠത നമുക്ക് ദഅവത്തിന് പറയാൻ പാടുണ്ടോ? ദഅവത്തിന്റെ ശ്രേഷ്ഠത നോമ്പിന് പറയാൻ പാടുണ്ടോ? ഇതൊക്കെ അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് പറയലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അള്ളാഹുവിന്റെ സിഫത്ത് നിഷേധിക്കുക, ദഅവത്തിന്റെ മുൻഗണനാക്രമം തെറ്റിക്കുക, തൗഹീദ് പറയൽ അത് ജനങ്ങൾ അകറ്റുന്ന കാര്യമാണ് എന്ന് പറഞ്ഞത് പറയാതിരിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിക്കാത്ത രൂപത്തിൽ പുറപ്പെടുക, അതിന് മറ്റൊരു വിഷയത്തിൽ പറഞ്ഞ ഫദായിലുകൾ, ശ്രേഷ്ഠതകൾ അതിന് പറയുകയും ചെയ്യുക. ഇതൊക്കെ സഹോദരങ്ങളെ വ്യക്തമായ തബ്ലീഗ് ജമാഅത്തിന്റെ പിഴവുകളാണ്. അതോടൊപ്പമുള്ള പിഴവാണ് ദഈഫായ കള്ള ഹദീസുകൾ അത് പ്രചരിപ്പിക്കുക, കള്ളക്കഥകൾ ഫദായിലെ അമാൽ പോലെയുള്ള പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. എന്നിട്ട് അതിന് ഞാൻ നേരത്തെ ഈ ഖാസിമി പറഞ്ഞതുപോലെയുള്ള കള്ളന്യായങ്ങളും തൽബീസുകളും സത്യവും അസത്യവും കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ന്യായീകരണങ്ങളും പറയുക. ഇതൊന്നും സഹോദരങ്ങളെ ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. സുന്നത്ത് പഠിക്കുന്നതിനോട് സഹീഹേത് ദഈഫേത് എന്ന് പഠിക്കുന്ന പഠനത്തോട് തന്നെ ഈ തബ്ലീഗ് ജമാഅത്തിന് വിമുഖതയാണ്. അതിനോട് യാതൊരു താല്പര്യവും ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കുക. അഹ്ലുസുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച മാർഗം അതാണ് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്കോ ഏതെങ്കിലും ഒരു സംഘടനയിലേക്കോ ഉള്ള ക്ഷണമല്ല ഇത്. യഥാർത്ഥ മാർഗം ഏതാണെന്ന് പറയുക. അതിന് എതിരാണ് തബ്ലീഗ് ജമാഅത്ത് പഠിപ്പിക്കുന്നത്. അതിൽ അറിയാതെ അതുമായി സഹകരിക്കുന്ന സാധാരണക്കാർ സത്യം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ദീൻ നല്ല നിലക്ക് പഠിക്കുക. ഇൽമും അമലും, അൽ ഇൽമു നാഫിഉ വൽ അമലു സാലിഹ്, അതാണ് ഈ ദീനിന്റെ അടിസ്ഥാനം. യഥാർത്ഥ ഇൽം അള്ളാഹും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് അമൽ ചെയ്യുക. അതല്ലെങ്കിൽ നസ്രാനികൾക്ക് പറ്റിയതാണ് നമുക്ക് പറ്റിപ്പോവുക. അവർ ഒരുപാട് അമൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്? ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല. ഏത് അമലും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ സഹോദരങ്ങളെ 2 നിബന്ധനയുണ്ട്. ഒന്ന്, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കുക. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മേവരെയും ഹിദായത്തിലാക്കുവാൻ, ഹിദായത്തിൽ നിലനിർത്തുവാൻ നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.